ബയോ ഇനോർഗാനിക് കെമിസ്ട്രിയിൽ ഒരു ചെറിയ ടോപ്പിക്ക് കൂടി നമുക്ക് മിച്ചമാനുണ്ട്. നമ്മൾ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ ടെക്സ്റ്റ് ബുക്കിൽ ഒന്ന് രണ്ട് സ്ഥലങ്ങളിലായിട്ട് കിടക്കുന്ന ചില കൺസെപ്റ്റുകൾ ഒന്ന് ചേർത്ത് ഇപ്പോൾ പഠിക്കുകയാണ്. തെർമോഡൈനാമിക്സ് ഓഫ് ലിവിങ് സെൽസ്. ബയോ ഇനോർഗാനിക് കെമിസ്ട്രിയിലെ ഇനി മിച്ചം കിടക്കുന്ന ലാസ്റ്റ് ടോപ്പിക്കാണ് തെർമോഡൈനാമിക്സ് ഓഫ് ലിവിങ് സെൽ. അപ്പോൾ അത് പഠിക്കുന്നതിന് മുമ്പ് എന്താണ് തെർമോഡൈനാമിക്സ് എന്ന് നമുക്ക് നോക്കണം. തെർമോഡൈനാമിക്സ് എന്ന വാക്കിന് രണ്ട് ഭാഗങ്ങളുണ്ട്. തെർമോ എന്ന് വെച്ചാൽ ഹീറ്റ് എന്നാണ് അർത്ഥം. ഡൈനാമിക്സ് എന്ന് വെച്ചാൽ മൂവ്മെൻറ്റ്, അതായത് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്കുള്ള മൂവ്മെൻറ്റ് എന്നാണ് അർത്ഥം. അപ്പോൾ തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞാലോ ഹീറ്റിൻ്റെ മൂവ്മെൻറ്റ്. അത് കുറച്ച് പഴയ ഡെഫിനിഷനാണ്. ശരിക്കുമുള്ള ഡെഫിനിഷൻ ഇപ്പം മോഡേൺ കൺസെപ്റ്റിൽ തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ എനർജിയുടെ മൂവ്മെൻറ്റാണ്. ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക്, അല്ലെങ്കിൽ ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്കുള്ള എനർജിയുടെ മൂവ്മെൻറ്റ്. Thermodynamics deals with the transfer of energy from one place to another and from one form to another. അത് ഹീറ്റ് എനർജി ടു ഇലക്ട്രിക്കൽ എനർജി ആവാം, ഹീറ്റ് എനർജി ടു വർക്ക് ആവാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. സോ ദിസ് റെപ്രസെൻറ്റ്സ് തെർമോഡൈനാമിക്സ്, മൂവ്മെൻറ്റ് ഓഫ് ഹീറ്റ് ഓർ എനർജി. സോ നോക്കുക, നമ്മുടെ ഒരു ഹോട്ട് കോഫി ഒരു മഗ്ഗിനകത്തിരിക്കുന്നു. അപ്പോൾ ആ മഗ്ഗിലിരിക്കുന്ന ഹോട്ട് കോഫിയിൽ നിന്ന് ഹീറ്റ് സറൗണ്ടിങ്സിലേക്ക് പോകുന്നു, അത് തണുത്തു പോകുന്നു. അപ്പോൾ അതൊരു എക്സാമ്പിളാണ്. അതുപോലെ തന്നെ ഐസ്ക്രീം കോൾഡ് കണ്ടീഷനിലിരിക്കുന്നു. അറ്റ്മോസ്ഫിയറിൽ നമ്മൾ നോർമൽ റൂം ടെമ്പറേച്ചറിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പതിയെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് അല്ലെങ്കിൽ സറൗണ്ടിങ്സിൽ നിന്ന് ഹീറ്റ് വലിച്ചെടുത്ത് ഐസ്ക്രീം ഉരുകിപ്പോകുന്നു. ഇതൊക്കെ തെർമോഡൈനാമിക് ഐഡിയയ്ക്ക് എക്സാമ്പിളാണ്. ഇനി ലിവിങ് സിസ്റ്റത്തിൽ എന്താണ് തെർമോഡൈനാമിക്സിൻ്റെ ഇമ്പോർട്ടൻസ്? ലിവിങ് സിസ്റ്റത്തിൽ പലതരത്തിലുള്ള എനർജി കൺവേർഷൻസ് നടക്കുന്നുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ മനുഷ്യരുടെ കാര്യമാണെങ്കിൽ തന്നെ കെമിക്കൽ എനർജി, നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്ന ഫുഡിലുള്ള കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റ്സ് ആൻഡ് അതർ ഫുഡ് മെറ്റീരിയൽസിനെ നമ്മൾ ഡൈജസ്റ്റ് ചെയ്ത് എനർജിയാക്കി മാറ്റുന്നു. അതിനുശേഷം ആ എനർജി മെറ്റബോളിക് ആക്ടിവിറ്റീസിന് വേണ്ടി ഉപയോഗിക്കുന്നു. അതിനുശേഷം ഹീറ്റായിട്ട് ചിലപ്പോൾ പുറന്തള്ളും, ദെൻ കാർബൺ ഡയോക്സൈഡായിട്ട് ചിലപ്പോൾ പുറന്തള്ളും, വാട്ടറായിട്ട് ഇൻടേക്കും ഉണ്ട്, പുറത്തേക്കും പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോസസ്സുകളൊക്കെ നടക്കുമ്പം എനർജി നമ്മൾ ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത്, അത് ഏത് രൂപത്തിലാണ് ഇത് ഉള്ളിലേക്ക് എടുക്കുന്നത് അല്ലെങ്കിൽ പുറത്തേക്ക് പോകുന്നത്, അന്നേരം എന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇതാണ് ലിവിങ് സിസ്റ്റത്തിനെ സംബന്ധിച്ച് എനർജി ചേഞ്ചസിനെ കുറിച്ച് പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത. ഇനി അത് പഠിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക കൺസെപ്റ്റ് മനസ്സിലാകണം. ഫ്രീ എനർജി എന്ന ഐഡിയ നിങ്ങൾ പ്ലസ് ടുവിലൊക്കെ തെർമോഡൈനാമിക്സ് പഠിച്ചപ്പം കണ്ടിട്ടുണ്ടാവും. ഈ പറഞ്ഞ കൺസെപ്റ്റ് ഫ്രീ എനർജി ജി ആൻഡ് ചേഞ്ച് ഇൻ ഫ്രീ എനർജി. കൂടുതൽ വിശദമായിട്ടൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. എന്താണ് ഫ്രീ എനർജി എന്ന് പറഞ്ഞാൽ? എനർജി ഫോർ ഡൂയിങ് യൂസ്ഫുൾ വർക്ക്. ഇപ്പം നമുക്കൊരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് എനർജി ഉണ്ട്, നമ്മൾ ഹൈലി എനർജറ്റിക് ആണ് എല്ലാവരും, പക്ഷേ അത് മുഴുവനായിട്ടും വർക്കായിട്ട് കൺവേർട്ട് ചെയ്യണമെന്നില്ല. അപ്പോൾ എത്രമാത്രം എനർജിയാണ് വർക്കായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ എഫക്റ്റീവ് വർക്ക് ചെയ്യാൻ പറ്റുന്ന എനർജി എത്രയുണ്ട്, അതിനെയാണ് നമ്മൾ ഫ്രീ എനർജി എന്ന് പറയുന്നത്. അതിന് നമ്മൾ ജി എന്നുള്ള സിമ്പൽ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യും. അപ്പം എത്രമാത്രം ഫ്രീ എനർജിക്ക് വ്യത്യാസമുണ്ട് എന്ന് കാണിക്കുന്നതാണ് ഡെൽറ്റ ജി. ദ എനർജി അസോസിയേറ്റഡ് വിത്ത് എ കെമിക്കൽ റിയാക്ഷൻ ദാറ്റ് ക്യാൻ ബി യൂസ് ടു ഡു വർക്ക്, എഫക്റ്റീവ് വർക്ക്. വി കനോട്ട് ഡിറ്റർമൈൻ ദ ആക്ച്വൽ ഫ്രീ എനർജി ഓഫ് എനി സബ്സ്റ്റൻസ്. അതായത് നമ്മൾക്ക് എത്രമാത്രം കഴിവുകളുണ്ടെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാനായിട്ട് പറ്റില്ല. ഒരാൾക്ക് ഇത്ര കഴിവുണ്ട് എന്ന്, പക്ഷേ അവൻ എത്രത്തോളം കഴിവ് ഉപയോഗിക്കുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ ഫ്രീ എനർജി ഓഫ് എ പ്രോസസ് ക്യാൻ ബി ഡിറ്റർമൈൻഡ്. ഇപ്പോൾ ഒരു വസ്തുവിന് എത്രമാത്രം ഫ്രീ എനർജി ഉണ്ടാകുന്നു, ഇപ്പോൾ കൽക്കരി കത്തുന്നു, കൽക്കരിക്കകത്ത് എത്രമാത്രം ഫ്രീ എനർജി ഉണ്ടെന്ന് നമുക്ക് അറിയില്ല, പക്ഷേ കൽക്കരി കത്തുമ്പോൾ എത്രമാത്രം എനർജി റിലീസ് ചെയ്യപ്പെടുന്നു, അതുപയോഗിച്ച് നമുക്ക് എത്രമാത്രം സ്റ്റീം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റും. So we cannot determine the actual free energy of any substance, but the change in free energy delta G of a process can be determined. So ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണിത് കണ്ടുപിടിക്കുന്നത്. So consider a reaction. Reactant 1 plus reactant 2. രണ്ട് റിയാക്റ്റൻറ്റുകളുണ്ട്, അത് കൂടി ചേർന്ന് പ്രോഡക്റ്റ് 1ഉം
പ്രോഡക്റ്റ് 2 ആവും. അപ്പോൾ നമ്മൾ ഡെൽറ്റ ജി അല്ലെങ്കിൽ ഫ്രീ എനർജി ചേഞ്ച് ഈ പർട്ടിക്കുലർ റിയാക്ഷന് വേണ്ടി എത്ര നടക്കുന്നു എന്ന് കണ്ടുപിടിക്കാനായിട്ട് ഫ്രീ എനർജി ഓഫ് പ്രോഡക്ട്സ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കും. അതായത് പ്രോഡക്റ്റ് 1ൻ്റെയും പ്രോഡക്റ്റ് 2ൻ്റെയും ഫ്രീ എനർജി മൈനസ് ഫ്രീ എനർജി ഓഫ് റിയാക്റ്റൻസ്, റിയാക്റ്റൻ്റ് 1ൻ്റെയും റിയാക്റ്റൻ്റ് 2ൻ്റെയും ഫ്രീ എനർജി. ദാറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ ഫ്രീ എനർജി ഡെൽറ്റ ജി. ഇനി നമുക്ക് രണ്ട് ഐഡിയ പഠിക്കണം, എക്സർഗോണിക് റിയാക്ഷൻസും എൻഡർഗോണിക് റിയാക്ഷൻസും. എന്താണ് എക്സർഗോണിക് റിയാക്ഷൻസ്? റിയാക്ഷൻസ് വിച്ച് ക്യാൻ റിലീസ് എനർജി ഫോർ ഡൂയിങ് യൂസ്ഫുൾ വർക്ക്, അതാണ് എക്സർഗോണിക് റിയാക്ഷൻസ്. പുറത്തേക്ക് വിടുന്നു, എനർജി പുറത്തേക്ക് വിടുന്ന റിയാക്ഷൻസ് ആണ് എക്സർഗോണിക് റിയാക്ഷൻസ്. എക്സ് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക്. ദെൻ എൻഡർഗോണിക് റിയാക്ഷൻസ് അങ്ങനെയാണ്, എന്തായിരിക്കും? എ റിയാക്ഷൻ വിച്ച് റിക്വയർസ് എനർജി ടു പ്രൊസീഡ്. ഇപ്പം നമുക്ക് എനർജി അകത്തേക്ക് കൊടുക്കണം. ഉദാഹരണത്തിന് നമ്മളൊരു റിയാക്ഷൻ നടക്കുമ്പം നമ്മളൊരു ലാബിലൊരു റിയാക്ഷൻ ചെയ്യുന്നു. ഇപ്പോൾ ചില റിയാക്ഷൻസ് ഹീറ്റ് ചെയ്താൽ മാത്രമേ നടക്കുകയുള്ളൂ. സാധാരണ കണ്ടീഷനിൽ നമ്മൾ റിയാക്റ്റൻസ് മിക്സ് ചെയ്താൽ നടക്കില്ല. അത്തരം റിയാക്ഷൻസ് എന്തിന് എക്സാമ്പിളാണ്? എൻഡർഗോണിക് റിയാക്ഷൻസ്, നമുക്ക് അകത്തേക്ക് കൊടുക്കണം. അതേസമയം നിങ്ങൾ ചില റിയാക്ഷൻസ് ചെയ്യുമ്പം നമുക്ക് എക്സ്ട്രാ ഹീറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല, പക്ഷേ ഹീറ്റ് പുറത്തേക്ക് വിടും. അത്തരം റിയാക്ഷൻസ് ആണ് എക്സർഗോണിക് റിയാക്ഷന് എക്സാമ്പിൾസ്. ഇപ്പോൾ എക്സർഗോണിക് എന്ന് പറഞ്ഞാൽ ഹീറ്റ് പുറത്തേക്ക് വിടുന്നു, എൻഡർഗോണിക് എന്ന് പറഞ്ഞാൽ ഹീറ്റ് ഓർ എനർജി അകത്തേക്ക് എടുക്കുന്നു. നമുക്ക് ഇതിന് എക്സാമ്പിൾസ് നോക്കാം. നമുക്കറിയാവുന്ന ഏറ്റവും പരിചിതമായ എക്സാമ്പിൾസ് റെസ്പിറേഷനും ഫോട്ടോസിന്തസിസും. രണ്ടും റിവേഴ്സ് കണ്ടീഷനിൽ നടക്കുന്ന റിയാക്ഷൻസ് ആണ്. ഇത് നോക്കുക, C6H12O6 ഓക്സിജൻ്റെ പ്രസൻസിൽ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമായിട്ട് മാറുന്നു. ദാറ്റ് ഈസ് റെസ്പിറേഷൻ. ഇപ്പോൾ സ്റ്റോർഡ് എനർജി ഈ പറഞ്ഞ കാർബോഹൈഡ്രേറ്റിലുണ്ട്, അതിൽ നിന്ന് എനർജി റിലീസ് ചെയ്യപ്പെടുന്നു. അതേസമയം ഫോട്ടോസിന്തസിസിലോ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ചേർന്ന് C6H12O6 എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ടാവുന്നു, ഓക്സിജൻ റിലീസ് ചെയ്യപ്പെടുന്നു. അന്നേരം എന്താ സംഭവിച്ചേ? സൺലൈറ്റിൽ നിന്നിട്ട എനർജി ഈ പറഞ്ഞ കാർബോഹൈഡ്രേറ്റ് മോളിക്യൂളിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നു. അപ്പോൾ ഇത് എക്സർഗോണിക് റിയാക്ഷൻസും എൻഡർഗോണിക് റിയാക്ഷൻസിനും എക്സാമ്പിളാണ്. അപ്പം ഏതായിരിക്കും എൻഡർഗോണിക്? ഫോട്ടോസിന്തസിസ്. എക്സർഗോണിക്കോ എനർജി റിലീസ് ചെയ്യുന്ന റെസ്പിറേഷൻ. ദെൻ exergonic reactions are catabolic in nature. They will accompany by release of energy. Energy പുറത്തേക്ക് വിടുന്നു. സോ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. കംപ്ലീറ്റ് ഓക്സിഡേഷൻ ഓഫ് ഗ്ലൂക്കോസ്, C6H12O6 6O2 ഗിവിങ് 6CO2 പ്ലസ് 6H2O. ആ കേസിൽ ഡെൽറ്റ G0 എന്ന് പറഞ്ഞാൽ എന്താണ്? -2870. അതായത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും വാട്ടറിൻ്റെയും ടോട്ടൽ ഫ്രീ എനർജി നമ്മൾ എടുക്കുന്നു, അതിനെ ഓക്സിജനും C6H12O6 കുറയ്ക്കുന്നു. അപ്പോൾ നമുക്കൊരു മൈനസ് വാല്യൂ കിട്ടിയത്, -2870 എന്ന് വെച്ചാൽ അത്രയും എനർജി പുറത്തേക്ക് വിട്ടു. സോ ഡെൽറ്റ ജി വാല്യൂ -2870 കിലോ ജൂൾ പെർ മോൾ ആണ്. ഇനി കാറ്റബോളിക് റിയാക്ഷൻ എന്താണെന്ന് നോക്കണം. ദോസ് റിയാക്ഷൻസ് വിച്ച് ഡിസ്ട്രക്ട് മോളിക്യൂൾസ് ഇൻ ടു സ്മോളർ വൺസ്. ഇപ്പോൾ ഇവിടെ നോക്കുക, C6H12O6 എന്ന് പറഞ്ഞ ഗ്ലൂക്കോസ് മോളിക്യൂളിനെ മുറിച്ചുകൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ആയിട്ട് മാറി. അത്തരം റിയാക്ഷൻസിനെയാണ് നമ്മൾ കാറ്റബോളിക് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതൊരു എക്സാമ്പിളാണ് കാറ്റബോളിക് റിയാക്ഷൻസിനും എക്സർഗോണിക് റിയാക്ഷൻസിനും. ഇനി എൻഡർഗോണിക് റിയാക്ഷൻസ് നോക്കാം. ദേ ആർ അനബോളിക് ഇൻ നേച്ചർ, ഇൻവോൾവ്സ് എക്സ്പെൻഡിച്ചർ ഓഫ് എനർജി. നമുക്ക് ചിലവഴിക്കേണ്ടി വരുന്നു, അതായത് ഉള്ളിലേക്ക് എനർജി കൊടുക്കേണ്ടി വരുന്നു. ഫോർ എക്സാമ്പിൾ ഫോട്ടോസിന്തസിസ്, 6CO2 പ്ലസ് 6H2O ഗിവിങ് C6H12O6 പ്ലസ് 6O2. അവിടെ ഡെൽറ്റ G0 വാല്യൂ പോസിറ്റീവാണ്, 2870 കിലോ ജൂൾ പെർ മോൾ. ആ എനർജി എവിടെ നിന്നാണ് കിട്ടുന്നത്? സൺലൈറ്റിൽ നിന്ന് എനർജി കിട്ടി അല്ലേ, എനർജി ഉള്ളിലേക്ക് എടുത്തു. അപ്പോൾ പ്രോഡക്റ്റിൻ്റെ എനർജി റിയാക്ടറിൻ്റെ എനർജിയേക്കാൾ കൂടുതലാണ്. ആ എക്സ്ട്രാ എനർജി എവിടെ നിന്ന് കിട്ടി? സൺലൈറ്റിൽ നിന്ന് എടുത്തു. സോ ദിസ് ഇസ് ആൻ എക്സാമ്പിൾ ഫോർ എൻഡർഗോണിക് റിയാക്ഷൻസ്. അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ കണ്ടു, എക്സർഗോണിക് റിയാക്ഷൻ കണ്ടു, എൻഡർഗോണിക് റിയാക്ഷൻസ് കണ്ടു. Then these reactions are anabolic in nature എന്ന് പറഞ്ഞാൽ they will construct molecules. ഇവിടെ ഏത് മോളിക്യൂളാണ് കൺസ്ട്രക്ട് ചെയ്തേ? ഗ്ലൂക്കോസ് മോളിക്യൂൾ. കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും സിമ്പിൾ രണ്ട് മോളിക്യൂൾ ഉപയോഗിച്ചുകൊണ്ട് കമ്പാരിറ്റീവ്ലി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള C6H12O6 എന്ന് പറഞ്ഞ മോളിക്യൂൾ ഉണ്ടാക്കിയെടുത്തു. സോ അതിനെയാണ് നമ്മൾ അനബോളിക് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. ദെൻ ഇനി നമുക്കൊരു കൺസെപ്റ്റ് കൂടി പഠിക്കണം, സ്പോണ്ടേനിയസ് റിയാക്ഷൻസ് എന്താണ്? എ പ്രോസസ് is capable of proceeding in a given direction without needing to be driven by an outside source of energy.
തനിയെ നടക്കാൻ പറ്റുന്ന റിയാക്ഷൻസ്, നമ്മൾ എക്സ്ട്രാ എനർജി ഒന്നും കൊടുക്കണ്ട, അല്ലാതെ നോർമലി റിയാക്റ്റൻ്റ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നടക്കുന്ന റിയാക്ഷൻസിനെയാണ് നമ്മൾ സ്പോണ്ടേനിയസ് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. ഓൾ സ്പോണ്ടേനിയസ് റിയാക്ഷൻസ് ആർ എക്സർഗോണിക്. അവരെല്ലാം എനർജി പുറത്തേക്ക് വിടുന്ന റിയാക്ഷൻസ് ആയിരിക്കും. കാരണം എൻഡർഗോണിക് എന്ന് പറഞ്ഞാൽ എന്താ, എനർജി നമ്മൾ അകത്തേക്ക് കൊടുക്കണം. അങ്ങനെയുള്ള റിയാക്ഷൻസ് ഒന്നും സ്പോണ്ടേനിയസ് അല്ല, തനിയെ എടുത്തു വെച്ചാൽ നടക്കില്ല. നമുക്ക് ഹീറ്റ് ചെയ്യുകയോ മറ്റെന്തെങ്കിലും രീതിയിൽ എനർജി കൊടുക്കേണ്ടി വരും. ദെൻ ഇൻ ദാറ്റ് കേസ് ഡെൽറ്റ ജി ഈസ് നെഗറ്റീവ്. നമ്മളെക്കുറിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സ്പോണ്ടേനിയസ് റിയാക്ഷൻ്റെ കേസിൽ ഡെൽറ്റ ജി വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. ഇപ്പോൾ നമുക്കൊരു റിയാക്ഷൻ തനിയെ നടക്കുമോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി ഡെൽറ്റ ജി വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. അത് നെഗറ്റീവ് ആണെങ്കിൽ റിയാക്ഷൻ തനിയെ നടക്കും. ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഈ സ്ലോപ്പിൽ ഒരു മലയുടെ പകുതി ഭാഗത്ത് ഒരു കല്ലിരിക്കുന്നു. നമ്മളൊന്നും ചെയ്യുന്നില്ല എങ്കിൽ ഈ കല്ല് താഴേക്ക് പോകും. അതൊരു സ്പോണ്ടേനിയസ് റിയാക്ഷനാണ്. അതേസമയം ഈ കല്ല് മുകളിലേക്ക് കയറണമെങ്കിൽ നമ്മൾ പോയിട്ട് തള്ളി മുകളിലേക്ക് കയറണം, എനർജി കൊടുക്കണം. അപ്പോൾ അത് സ്പോണ്ടേനിയസ് റിയാക്ഷൻ അല്ല. ഇതൊരു എക്സാമ്പിളായിട്ട് പറയുന്നേ ഉള്ളൂ, റിയാക്ഷൻ അല്ല, കാര്യം മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നേ ഉള്ളൂ. ഇപ്പോൾ സ്പോണ്ടേനിയസ് റിയാക്ഷൻസ് തനിയെ നടക്കുന്ന റിയാക്ഷൻസ് ആണ്. ദേ വിൽ പ്രൊസീഡ് without any external energy. Then these reactions are exergonic in nature and their delta G value is negative. Then അപ്പോൾ നോൺ സ്പോണ്ടേനിയസ് എന്തായിരിക്കും, തനിയെ നടക്കില്ല റിയാക്ഷൻസ്. we need to give energy and their delta G is positive. we need to give external supply of energy. Thus delta G is a measure of energy available to do useful work. ഡെൽറ്റ ജി പുറത്തേക്ക് നമുക്ക് എക്സസ് എനർജി ആയിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വർക്കായിട്ട് മാറ്റാം എന്നാണ് നമ്മൾ ഇവിടെ സമ്മറൈസ് ചെയ്ത് പഠിക്കുന്നത്. ദെൻ ഇനി ഡെൽറ്റ ജി എന്ന് പറഞ്ഞാൽ ഫ്രീ എനർജി ചേഞ്ച് എന്നാണ് അർത്ഥം. ജി എന്ന് പറഞ്ഞാൽ ഫ്രീ എനർജി, ഡെൽറ്റ ജി എന്ന് പറഞ്ഞാൽ എത്രമാത്രം ഫ്രീ എനർജി ചേഞ്ച് ഉണ്ടാകുന്നു. അതിൽ നിന്ന് നമുക്ക് പുതിയൊരു ഐഡിയ പഠിക്കണം, സ്റ്റാൻഡേർഡ് ഫ്രീ എനർജി ചേഞ്ച്. നമ്മൾ എന്തിനെയാണ് സ്റ്റാൻഡേർഡ് എന്ന് വിളിക്കുന്നത്? ഒരു പ്രത്യേക മാനദണ്ഡങ്ങൾ പാലിക്കുന്ന സാധനങ്ങളെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ്സ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഫ്രീ എനർജി ചേഞ്ച് അറ്റ് 25 ഡിഗ്രി സെൽഷ്യസ്, റിയാക്ഷൻ നടക്കുന്നത് 25 ഡിഗ്രി സെൽഷ്യസിലാണ്. 1 അറ്റ്മോസ്ഫിയർ പ്രഷർ ആൻഡ് 1 മോളാർ കോൺസെൻട്രേഷൻസ്. അതിനകത്ത് ഏതൊക്കെ റിയാക്റ്റൻസ് ഉണ്ടോ അവരെല്ലാം 1 മോളാർ കോൺസെൻട്രേഷനിലാണ്. അപ്പോൾ ഉണ്ടാകുന്ന ഡെൽറ്റ ജി ചേഞ്ചിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഫ്രീ എനർജി ചേഞ്ച് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? 25 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 298 കെൽവിനിലായിരിക്കണം. 1 അറ്റ്മോസ്ഫിയർ പ്രഷറിലായിരിക്കും റിയാക്ഷൻ നടക്കുന്നത്. എയും ബിയും ചേർന്ന് സി ഉണ്ടാവുകയാണെങ്കിൽ എയും 1 മോളാർ ആയിരിക്കണം, ബിയും 1 മോളാർ ആയിരിക്കണം. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി ക്ലാരിറ്റി ഇതിനകത്ത് വരണം. നമ്മുടെ നാച്ചുറൽ സിസ്റ്റത്തിൽ, ബയോകെമിക്കൽ സിസ്റ്റത്തിൽ ഫ്രീ എനർജി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ബയോകെമിക്കൽ സ്റ്റാൻഡേർഡ് ഫ്രീ എനർജി ചേഞ്ച് എന്ന ടേം ഉപയോഗിച്ചാണ്. എന്തായിരിക്കും? ഫ്രീ എനർജി ചേഞ്ച് അറ്റ് 25 ഡിഗ്രി സെൽഷ്യസ്, 1 അറ്റ്മോസ്ഫിയർ പ്രഷർ, 1 മോളാർ കോൺസെൻട്രേഷൻ. നേരത്തെയുള്ള കണ്ടീഷൻസ് എല്ലാം ഉണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ഒരു കാര്യം കൂടി ഇഞ്ചക്ട് ചെയ്യുന്നു, pH 7. ബയോളജിക്കൽ pHലായിരിക്കും ഈ പറയുന്ന ഫ്രീ എനർജി ചേഞ്ച് കണ്ടുപിടിക്കുന്നത്. അതിനെയാണ് നമ്മൾ ബയോകെമിക്കൽ സ്റ്റാൻഡേർഡ് ഫ്രീ എനർജി ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടെണ്ണവും നമുക്ക് എ പാർട്ടിൽ അല്ലെങ്കിൽ ബി പാർട്ടിൽ ചെറിയ ചോദ്യങ്ങളായി ചോദിക്കാം. സ്റ്റാൻഡേർഡ് ഫ്രീ എനർജി ചേഞ്ച് എന്താണ്? ബയോകെമിക്കൽ സ്റ്റാൻഡേർഡ് ഫ്രീ എനർജി ചേഞ്ച് ആണ്. ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ബയോകെമിക്കൽ ആകുമ്പോൾ നമ്മൾ pH കൂടി അഡീഷണൽ ആയിട്ട് ഉൾപ്പെടുത്തുന്നു. ഇനി നമുക്ക് പഠിക്കേണ്ടത് കപ്പിൾഡ് റിയാക്ഷൻസ് എന്താണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു കാര്യം കണ്ടു, ഡെൽറ്റ ജി വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ റിയാക്ഷൻസ് തനിയെ നടക്കും. അതേസമയം ഡെൽറ്റ ജി പോസിറ്റീവ് ആണെങ്കിലോ അത്തരം റിയാക്ഷൻസ് നോർമലി തനിയെ നടക്കില്ല, നമ്മൾ എനർജി കൊടുക്കണം. അപ്പോൾ നോക്കുക, മെനി കെമിക്കൽ റിയാക്ഷൻസ് ആർ എൻഡർഗോണിക്. ദാറ്റ് മീൻസ് റിയാക്ഷൻസ് നമ്മൾ നടക്കണമെങ്കിൽ എനർജി അങ്ങോട്ട് കൊടുക്കണം. ദെൻ ദേ ആർ നോട്ട് സ്പോണ്ടേനിയസ് ആൻഡ് റിക്വയർ എനർജി ടു ബി എക്സ്റ്റേണലി അപ്ലൈഡ്. അപ്പോൾ അവർ തനിയെ നടക്കില്ല, നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷൻസ് ആണ്. ദീസ് റിയാക്ഷൻസ് ക്യാൻ ബി കപ്പിൾഡ് ടു എ സെപ്പറേറ്റ് എക്സർഗോണിക് റിയാക്ഷൻസ്. മറ്റൊരു റിയാക്ഷനും കൂടി അതിൻ്റെ കൂടെ നടത്തുന്നു. കാരണം ആദ്യത്തെ റിയാക്ഷൻ നടക്കണമെങ്കിൽ എനർജി നമ്മൾ അങ്ങോട്ട് കൊടുക്കണം. അപ്പോൾ എനർജി റിലീസ് ചെയ്യുന്ന ഒരു റിയാക്ഷൻ കൂടി ഇതിൻ്റെ കൂടെ നടത്തുന്നു. അങ്ങനെ നമ്മൾ ഇതിനെ രണ്ടിനെയും കൂടെ കപ്പിൾ ചെയ്യുന്നു. ദേ ക്യാൻ ബി പുഷ്ഡ് ബൈ കപ്ലിംഗ് വിത്ത് അനദർ റിയാക്ഷൻസ് വിച്ച് ഈസ് സ്ട്രോങ്ലി എക്സർഗോണിക്, ഓഫൺ ത്രൂ ഷെയർഡ് ഇൻ്റർമീഡിയറ്റ്സ്. ഒരേ രീതിയിലുള്ള ഇൻ്റർമീഡിയറ്റ്സ് ഉള്ള രണ്ട് റിയാക്ഷൻസ് നമ്മൾ ഒന്ന് ചേർത്തുന്നു. ഒന്ന് തനിയെ നടക്കും, ഒന്ന് തനിയെ നടക്കില്ല, അല്ലേ? നമ്മൾ
ഒരു റിയാക്ഷൻസ് നടക്കാതെ വരുമ്പം അതിൻ്റെ കൂടെ ഒന്നുകൂടി ഇട്ടുകൊണ്ട് അതിനെ പുഷ് ചെയ്ത് റിയാക്ഷൻ നടത്തുന്നു. അത്തരം റിയാക്ഷൻസിനെയാണ് നമ്മൾ കപ്പിൾഡ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ കാണുമ്പോൾ നമുക്ക് കുറച്ചുകൂടി മനസ്സിലാവും. തന്നെ ഇവിടെ നോക്കുക, reactions that are not spontaneous can be coupled to spontaneous reactions. Under these conditions, the overall reaction can be spontaneous. ഇപ്പോൾ നമുക്ക് A plus B giving C plus D, അതൊരു റിയാക്ഷനാണ്. ഇനി D plus E giving F രണ്ടാമത്തെ റിയാക്ഷനാണ്. A plus B giving C plus D ആദ്യത്തെ റിയാക്ഷൻ, D plus E giving F രണ്ടാമത്തെ റിയാക്ഷൻ. അതിൽ ഏതാണ്ട് കോമൺ ആയിട്ടുള്ളത് D എന്ന് പറഞ്ഞ ഒരു സ്പീഷീസ് കോമൺ ആണ്. അപ്പോൾ ഇനി നമ്മൾ ഈ രണ്ടും ഒന്നിച്ച് നടത്തുവാണെങ്കിൽ A plus B plus E ഗിവിങ് C plus F, ഇതാണ് ഓവറോൾ റിയാക്ഷൻസ്. അപ്പോൾ ആദ്യത്തെ റിയാക്ഷൻ്റെ ഫ്രീ എനർജി ΔG1 എന്നും രണ്ടാമത്തേത് ΔG2 എന്നും പറയും. ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ റിയാക്ഷൻ നടക്കും. നമുക്കൊരു ടിപ്പിക്കൽ എക്സാമ്പിൾ വെച്ച് ഇത് കാണാം. നമ്മുടെ ബയോകെമിക്കൽ സിസ്റ്റത്തിൽ നടക്കുന്ന ഒരു റിയാക്ഷനാണ്. ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റിനെ ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ആക്കി മാറ്റുന്നു. എന്താണ് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ആക്കി മാറ്റുന്നു. അതിലെ ΔG0 വാല്യൂ എന്ന് പറഞ്ഞാൽ +1.7 കിലോ ജൂൾ പെർ മോളാണ്. അതായത് പോസിറ്റീവ് വാല്യൂ ആണ്. നമ്മൾ നേരത്തെ കണ്ടു ΔG വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ അത്തരം റിയാക്ഷൻസ് സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കില്ല, തനിയെ നടക്കില്ല. അപ്പോൾ അതിനർത്ഥം എന്താണ്? ആദ്യത്തെ റിയാക്ഷൻസ് തനിയെ നടക്കില്ല. ഇനി രണ്ടാമത്തെ റിയാക്ഷൻ നോക്കുക, ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് പ്ലസ് ATP will give ഫ്രക്ടോസ് 1,6 ബൈ ഫോസ്ഫേറ്റ് പ്ലസ് ADP. അതായത് ATPയിൽ നിന്നൊരു ഫോസ്ഫറസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു, ഫ്രക്ടോസ് 1,6 ബൈ ഫോസ്ഫേറ്റ് ആയി മാറി. ആ റിയാക്ഷൻ്റെ ΔG0 വാല്യൂ നോക്കുക, -14.2. അപ്പോൾ ആദ്യത്തേത് പോസിറ്റീവ് ആയിരുന്നു, ഇത് നെഗറ്റീവാണ്, -14.2. അപ്പോൾ ΔG വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? റിയാക്ഷൻസ് തനിയെ നടക്കും. അപ്പോൾ ഇവിടെ ആദ്യത്തെ റിയാക്ഷൻസ് തനിയെ നടക്കില്ല, രണ്ടാമത്തെ തനിയെ നടക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ രണ്ടും കൂടി കപ്പിൾ ചെയ്യും, ഒന്നിച്ച് നടത്തുന്നു. അതായത് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ATPയുടെ പ്രസൻസിൽ ഫ്രക്ടോസ് 1,6 ബൈ ഫോസ്ഫേറ്റ് ആയി മാറും. അതായത് ഈ രണ്ട് റിയാക്ഷൻസ് ഒന്നിച്ച് നടക്കുന്നു എന്ന് നമ്മൾ പരിഗണിക്കുന്നു. ആകെ എന്താണ് കണ്ടീഷൻ? ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് എന്നുള്ള ഇൻ്റർമീഡിയറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ നോക്കുക, ആദ്യത്തെ കേസിൽ ΔG0 +1.7 ആയിരുന്നു, രണ്ടാമത്തേതോ -14.2. അത് നമ്മൾ ആദ്യം രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് -12.5 കിലോ ജൂൾ പെർ മോൾ. മൈനസ് വാല്യൂ ആണ്. അപ്പോൾ അതിനർത്ഥം ഈ റിയാക്ഷൻ തനിയെ നടക്കും. അപ്പോൾ എന്താ, ഒരു റിയാക്ഷൻ തനിയെ നടക്കുന്നില്ലെങ്കിൽ അതിൻ്റെ കൂടെ ഒന്നുകൂടി ആഡ് ചെയ്ത് കപ്പിൾ ചെയ്ത് റിയാക്ഷൻസ് നടക്കും. ഇപ്പം നമ്മൾ ആഡ് കൊടുക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ ബോഡി തന്നെ അത്തരത്തിലൊരു മെക്കാനിസം ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പല ബയോളജിക്കൽ റിയാക്ഷൻസും ഇതേ രീതിയിൽ കപ്പിൾ ചെയ്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് ശരീരത്തിനുള്ളിൽ. അപ്പോൾ അതാണ് കപ്പിൾഡ് റിയാക്ഷൻ എന്നുള്ള കൺസെപ്റ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു എക്സാമ്പിൾ കൂടി നിങ്ങൾ ഓർത്ത് വെക്കണം. ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ആവുന്നു, ΔG പോസിറ്റീവ് ആണ്. ദെൻ ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ഫ്രക്ടോസ് 1,6 ബൈ ഫോസ്ഫേറ്റ് ആണ്, നെഗറ്റീവ് ആണ്. രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് -12.5 ആണ് കിട്ടുന്നത്. ΔG വാല്യൂ എപ്പോഴാണോ നെഗറ്റീവ് ആവുന്നത് ആ റിയാക്ഷൻസ് എല്ലാം സ്പോണ്ടേനിയസ് ആണ്. മനസ്സിലായല്ലോ? ദെൻ ഇനി നമുക്ക് മുന്നോട്ട് പോകാം. ബയോളജിക്കൽ ഓക്സിഡേഷൻ റിയാക്ഷൻസിനെ കുറിച്ച് പഠിക്കണം. ശരീരത്തിനുള്ളിൽ നടക്കുന്ന ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻസ്. ദ പ്രോസസ് ബൈ വിച്ച് കെമിക്കൽ എനർജി ഓഫ് ന്യൂട്രിയൻസ് ഈസ് റിലീസ്ഡ് and used in metabolism through a series of oxidation and reduction reactions. It is termed as biological oxidation reactions. നമ്മൾ ന്യൂട്രിയൻസ് ആയിട്ട് ശരീരത്തിനുള്ളിലേക്ക് എടുക്കുന്ന മെറ്റീരിയലിൽ നിന്ന് എനർജി റിലീസ് ചെയ്യുകയും ആ റിലീസ് ചെയ്യുന്ന എനർജി മെറ്റബോളിക് ആക്ടിവിറ്റീസിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്നു. അതിനിടയ്ക്ക് കുറേ ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻ നടക്കുന്നുണ്ട്. ഇവരെ എല്ലാം കൂടെ കൂട്ടിച്ചേർത്താണ് ബയോളജിക്കൽ ഓക്സിഡേഷൻ റിയാക്ഷൻസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ദെൻ എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് ഉൾപ്പെടും? ഓക്സിഡേഷൻ ഓഫ് ന്യൂട്രിയൻസ് ഇൻ സിട്രിക് ആസിഡ് സൈക്കിൾ. +2 ഒരു പക്ഷേ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കോർ സബ്ജക്ട്സിൻ്റെ കൂടെ പഠിക്കും സിട്രിക് ആസിഡ് സൈക്കിൾ. ദെൻ ട്രാൻസ്പോർട്ട് ഓഫ് ഇലക്ട്രോൺസ് ഈസ് ഇൻവോൾവ്ഡ്. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റംസ് നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു, ഓർക്കുന്നുണ്ടോ? സൈറ്റോക്രോംസ്, ഫെറഡോക്സിൻസ് പോലുള്ള സിസ്റ്റംസ്, അത്തരം കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ദെൻ ഇറ്റ് വിൽ ഇൻവോൾവ് സിന്തസിസ് ഓഫ് ATP. ATPയെ കുറിച്ച് നമ്മൾ കണ്ടു.
ബയോളജിക്കൽ എനർജി കറൻസിയാണ് ATP. അപ്പോൾ അതിൻ്റെ സിന്തസിസ് ഒക്കെ ഈ പ്രോസസ്സുകളിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻസ് ആണ് ഫോട്ടോസിന്തസിസും റെസ്പിറേഷനും. ദെൻ റെസ്പിറേഷൻ നടക്കുമ്പോൾ ഗ്ലൂക്കോസ് വിൽ ബി ഓക്സിഡൈസ്ഡ് ടു ഫോം കാർബൺ ഡയോക്സൈഡ്, വെറാസ് ഓക്സിജൻ ഈസ് റെഡ്യൂസ്ഡ് ടു ഫോം വാട്ടർ. ഗ്ലൂക്കോസ് കാർബൺ ഡയോക്സൈഡായി മാറും, ഓക്സിജൻ വെള്ളവുമായിട്ട് മാറും. എന്തൊക്കെയാണ് റിയാക്റ്റൻസ്? ഗ്ലൂക്കോസും ഓക്സിജനും ചേരുന്നു. പ്രോഡക്റ്റ് എന്തൊക്കെയാണ്? കാർബൺ ഡയോക്സൈഡും വാട്ടറും. അപ്പോൾ ഓക്സിഡേഷന് സംഭവിക്കുന്നുണ്ട്, റിഡക്ഷന് സംഭവിക്കുന്നുണ്ട്. Now we'll move on to photosynthesis. എന്താ സംഭവിക്കുക? കാർബൺ ഡയോക്സൈഡ് ഈസ് കൺവേർട്ടഡ് ഇൻടു ഗ്ലൂക്കോസ്. റിഡക്ഷൻ ആണ് അവിടെ നടക്കുന്നത്. Then water is oxidized to form molecular oxygen. ഇത് നോക്കുക, മേളിൽ കാണിച്ചിരിക്കുന്നത് സെല്ലുലാർ റെസ്പിറേഷൻ ആണ്, താഴെ ഫോട്ടോസിന്തസിസ് ആണ്. സെല്ലുലാർ റെസ്പിറേഷൻ എന്ത് സംഭവിക്കും? ഗ്ലൂക്കോസ് കൺവേർട്ട് ചെയ്യപ്പെടും. അതേസമയം ഫോട്ടോസിന്തസിസിലോ ഗ്ലൂക്കോസ് ഫോം ചെയ്യുന്നു. റെസ്പിറേഷനിൽ ഓക്സിജൻ റിയാക്റ്റൻ്റ് ആണ്, ഫോട്ടോസിന്തസിസ് പ്രോഡക്റ്റ് ആണ്. ദെൻ കാർബൺ ഡയോക്സൈഡോ റെസ്പിറേഷനിൽ ഉണ്ടായി വരുന്നു, അതേസമയം ഫോട്ടോസിന്തസിസിൽ റിയാക്റ്റൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നു. ദെൻ ഗ്ലൂക്കോസ് രണ്ട് കാര്യങ്ങൾ സംഭവിക്കും. ഫോട്ടോസിന്തസിസിലോ ഗ്ലൂക്കോസ് ഇസ് മെയ്ഡ്, കാർബോഹൈഡ്രേറ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നു. അതേസമയം റെസ്പിറേഷനിലോ ആ ഗ്ലൂക്കോസിനെ നമ്മൾ മുറിക്കുന്നു, ബ്രേക്ക് ദ ഗ്ലൂക്കോസ് മോളിക്യൂൾ. സോ ഇനി നമുക്ക് കമ്പാരിസൺ, ഇത് നമ്മുടെ സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഫോട്ടോസിന്തസിസും റെസ്പിറേഷനും തമ്മിലുള്ള കമ്പാരിസൺ നോക്കണം. 4-5 പോയിൻറ്റ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ഒന്നാമത്തേത് ഫോട്ടോസിന്തസിസിൽ സോളാർ എനർജി ഈസ് കൺസ്യൂംഡ്, സണ്ണിൽ നിന്ന് കിട്ടുന്ന സോളാർ എനർജി കൺസ്യൂം ചെയ്യപ്പെടും. റെസ്പിറേഷനിലോ ദ സ്റ്റോർഡ് എനർജി ഈസ് റിലീസ്ഡ്, കാർബോഹൈഡ്രേറ്റിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജി റിലീസ് ചെയ്യും. രണ്ടാമത്തേതോ ഫോട്ടോസിന്തസിസ് ഇസ് ആൻ എൻഡർഗോണിക് റിയാക്ഷൻസ് അല്ലെങ്കിൽ എൻഡർഗോണിക് പ്രോസസ്സ്, എനർജി ഉള്ളിലേക്ക് എടുക്കും. വെറാസ് റെസ്പിറേഷൻ ഈസ് ആൻ എക്സർഗോണിക് പ്രോസസ്സ്, എനർജി റിലീസ് ചെയ്യും. ഇൻ ഫോട്ടോസിന്തസിസ് കോംപ്ലക്സ് മോളിക്യൂൾസ് ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം സിമ്പിൾ മോളിക്യൂൾസ്, അതായത് ഗ്ലൂക്കോസ് കാർബൺ ഡയോക്സൈഡ് വാട്ടറിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കും. പക്ഷേ റെസ്പിറേഷനിലോ കോംപ്ലക്സ് മോളിക്യൂൾസ് ബ്രേക്കപ്പ് ഇൻ ടു സിമ്പിൾ മോളിക്യൂൾസ്, ഗ്ലൂക്കോസ് മോളിക്യൂൾസ് കാർബൺ ഡയോക്സൈഡും വാട്ടറുമായി മാറും. ഇനി ഫോട്ടോസിന്തസിസിൽ ഓക്സിജൻ ഈസ് റിലീസ്ഡ്, വെറാസ് ഇൻ റെസ്പിറേഷൻ ഓക്സിജൻ ഈസ് കൺസ്യൂംഡ്. ദെൻ ഫോട്ടോസിന്തസിസ് ഇസ് ആൻ അനബോളിക് റിയാക്ഷൻ, എന്ന് വെച്ചാൽ എന്താണ്? കൺസ്ട്രക്ഷൻ നടക്കുന്നു, മോളിക്കുലാർ കൺസ്ട്രക്ഷൻ. എന്തിൻ്റെ കൺസ്ട്രക്ഷൻ? ഗ്ലൂക്കോസ് മോളിക്യൂളിൻ്റെ. റെസ്പിറേഷനോ ഇറ്റ് ഈസ് എ കാറ്റബോളിക് റിയാക്ഷൻസ്, ഡിസ്ട്രക്റ്റീവ് റിയാക്ഷൻ ആണ്. എന്തിൻ്റെ ഡിസ്ട്രക്ഷൻ? ഗ്ലൂക്കോസ് മോളിക്യൂളിൻ്റെ. ഫോട്ടോസിന്തസിസ് അനബോളിക് ആണ്, റെസ്പിറേഷൻ കാറ്റബോളിക് ആണ്. അപ്പോൾ 1, 2, 3, 4, 5 ഡിഫറൻസസ് ഇതിനകത്തുണ്ട്. സോ അതാണ് ഫോട്ടോസിന്തസിസും റെസ്പിറേഷനും തമ്മിലുള്ള കമ്പാരിസൺ. അപ്പോൾ പരീക്ഷയ്ക്ക് കമ്പാരിസൺ ആണ് ചോദിച്ചിരുന്നെങ്കിലും നിങ്ങൾ ആദ്യം ഫോട്ടോസിന്തസിസ് എന്താണെന്നും റെസ്പിറേഷൻ എന്താണെന്നും ഒരു സെൻറ്റൻസ് എഴുതിയ ശേഷം വേണം ഈ പറഞ്ഞ ഡിഫറൻസസ് പറയാനായിട്ട്. നൗ വിൽ മൂവ് ഓൺ ടു ദ ATP സിസ്റ്റം. പല തവണ ATP എന്നുള്ള പേര് നമ്മൾ കണ്ടു. എനർജി കറൻസി എന്നുള്ള രീതിയിൽ അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്, ഇറ്റ് ഈസ് ദ എനർജി കറൻസി ഇൻ ലിവിങ് സെൽ. ഹൈഡ്രോളിസിസ് ഓഫ് ATP വിൽ റിലീസ് എനർജി. പലതരത്തിൽ നമ്മൾ കണ്ടതാണ്. ATP മോളിക്യൂൾ മുറിച്ചിട്ടുണ്ടെങ്കിൽ we will get energy. This energy can be used to drive energetically unfavorable reactions. സാധാരണഗതിയിൽ നടക്കില്ലാത്ത റിയാക്ഷൻ നടക്കാൻ വേണ്ടി എനർജി കൊടുക്കാൻ വേണ്ടി ഇവർക്ക് ഉപയോഗിക്കാം. ഇവിടെ നോക്കുക, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്, 3 ഫോസ്ഫേറ്റ് ഉണ്ട്, അതുകൊണ്ടാണ് ട്രൈഫോസ്ഫേറ്റ്. നോക്കുക ലെഫ്റ്റ് സൈഡിൽ, ടോപ്പിലെ ലെഫ്റ്റ് സൈഡിൽ നോക്കുക. ദെൻ അത് വാട്ടർ മോളിക്യൂളിൻ്റെ പ്രസൻസിൽ ഒരു ഫോസ്ഫേറ്റ് റിമൂവ് ചെയ്യപ്പെടും. ദെൻ വിൽ ഗെറ്റ് അഡിനോസിൻ ഡൈഫോസ്ഫേറ്റ്. ഇൻ ദാറ്റ് കേസ് വിൽ ഗെറ്റ് എനർജി. അതെന്തുമാത്രം ഉണ്ട്? 30.5 കിലോ ജൂൾ പെർ മോൾ. ആ വാല്യൂ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു മോൾ ATP ADP ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പം 30.5 കിലോ ജൂൾ പെർ മോൾ എനർജി റിലീസ് ചെയ്യപ്പെടും. ദെൻ ഹൈഡ്രോളിസിസ് ഓഫ് എനർജി റിച്ച് ഫോസ്ഫോ അൺഹൈഡ്രേറ്റ് ബോണ്ട്. ആ മൂന്നാമത്തെ ഫോസ്ഫേറ്റ് യൂണിറ്റ് ഫോസ്ഫോ അൺഹൈഡ്രേറ്റ് ബോണ്ടുമായിട്ട് ചേർന്നാണ് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നത്. So this is a conditions. നോക്കുക, ATP മോളിക്യൂൾ 3 ഫോസ്ഫേറ്റ് ഉണ്ട്, ഹൈ എനർജി റിച്ച് ബോണ്ടാണ്. ആ ബോണ്ട്
ഫോസ്ഫോ അൺഹൈഡ്രേറ്റ് ബോണ്ടാണ്. അത് ബ്രേക്ക് ചെയ്യപ്പെടുകയും എനർജി റിലീസ് ചെയ്യുകയും ചെയ്യും. ദാറ്റ് ഈസ് എ ഹൈ എനർജി ബോണ്ട്. വാട്ടർ വരുന്നു, എനർജി റിലീസ് ചെയ്യുന്നു, ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ എൻഡർഗോണിക് റിയാക്ഷൻസ്. ഇനി ഒരു കാര്യം കൂടി നോക്കണം, എന്തുകൊണ്ടാണ് ഈ അൺഹൈഡ്രേറ്റ് ബോണ്ട് എനർജി റിച്ച് ആവുന്നത്? അതിന് 2-3 കാരണങ്ങളുണ്ട്. ഒന്നാമത്തേത് ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൾഷൻ എമംഗ് നെഗറ്റീവ്ലി ചാർജ്ഡ് ഓക്സിജൻ. ഈ ഫോസ്ഫേറ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ PO4 യൂണിറ്റുകളാണ്. ഒരു ഫോസ്ഫറസും 4 ഓക്സിജനുകൾ ചേർന്ന്. അപ്പോൾ അതിനകത്തുള്ള ഓക്സിജൻ തമ്മിൽ റിപ്പൾഷൻസ് ഉണ്ട്. അതാണ് ഒന്നാമത്തെ കാരണം. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും നോക്കണ്ട. എന്നാൽ ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൾഷൻസ് എമംഗ് നെഗറ്റീവ്ലി ചാർജ്ഡ് ഓക്സിജൻ. ദെൻ സോൾവേഷൻ ഓഫ് പ്രോഡക്ട്സ് എന്ന് വെച്ചാൽ ഇവിടെ എന്തൊക്കെയാണ്? ADPയും ഫോസ്ഫേറ്റുമാണ് പ്രോഡക്റ്റായിട്ടുണ്ടാകുന്നത്. അതിന് ചുറ്റും നമ്മൾ വെള്ളത്തിലാണ് റിയാക്ഷൻ നടക്കുന്നതെങ്കിൽ വാട്ടർ മോളിക്യൂള് ചുറ്റിച്ചേർന്ന് നിൽക്കും. അങ്ങനെ നിന്നു കഴിഞ്ഞാൽ പ്രോഡക്റ്റ് സ്റ്റേബിൾ ആവും. ഏതൊരു റിയാക്ഷനിലും സ്റ്റേബിൾ പ്രോഡക്ട്സ് ഉണ്ടാവുകയാണെങ്കിൽ ആ റിയാക്ഷൻസ് ഫേവറബിൾ ആയിട്ട് നടക്കും. ഇനി ദീസ് പ്രോഡക്ട്സ് ആർ മോർ സ്റ്റേബിൾ. എന്താണ്? ADPയും ഫോസ്ഫറസുമായിട്ട് നിൽക്കുന്നതാണ് ATP ആയിട്ട് നിൽക്കുന്നതിനേക്കാൾ എനർജറ്റിക്കലി ഫേവറബിൾ. അതുകൊണ്ട് എപ്പോഴും അവർ അങ്ങോട്ട് പോകാനുള്ള ശ്രമം കാണിക്കും. അപ്പോൾ ഒരു ചാൻസ് വന്ന് അന്നേരം ഫോസ്ഫേറ്റ് ഒരെണ്ണം മുറിച്ച് കളഞ്ഞിട്ട് എനർജി റിലീസ് ചെയ്യുകയും ADPയും ഫോസ്ഫറസ് ആയിട്ട് മാറുകയും ചെയ്യും. ദാറ്റ് ഈസ് വൈ ദിസ് മോളിക്യൂൾ ഓർ ദിസ് പർട്ടിക്കുലർ ബോണ്ട്, മൂന്നാമത്തെ ആംപ്രോക്ക് നിങ്ങൾക്ക് ആ പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ, ആനിമേഷൻ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. മുറിയുന്ന ആ മൂന്നാമത്തെ ഫോസ്ഫറസുമായിട്ടുള്ള ബോണ്ട് ഹൈലി എനർജി റിച്ച് ആണ്, ഫോസ്ഫോ അൺഹൈഡ്രേറ്റ് ബോണ്ടാണ്. ഇത്രയുള്ള നമുക്ക് ATPയെ കുറിച്ച് പഠിക്കാനായിട്ടുള്ളത്. ഇതോടുകൂടി ബയോ ആൻഡ് ഓർഗാനിക് കെമിസ്ട്രി എന്നുള്ള ചാപ്റ്റർ നമ്മൾ പൂർണ്ണമായിട്ടും പഠിച്ചു കഴിഞ്ഞു. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് കൂടി വാങ്ങുക, അത് വായിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റിയോടെ കാര്യങ്ങൾ മനസ്സിലാവും. ആ ടെക്സ്റ്റ് ബുക്കിൻ്റെ പുറകിൽ, ചാപ്റ്ററിൻ്റെ പുറകിൽ കുറേ ക്വസ്റ്റ്യൻസ് കൂടിയുണ്ട്. അതുകൂടി ആൻസർ ചെയ്യാൻ ശ്രമിക്കുക.